cropping pattern in Kerala. By cropping pattern, we mean the area of land diverted to different crops. The changes in the distribution over a period of time and the factors that determine this change in distribution. നമ്മളോട് ക്രോപ്പിംഗ് പാറ്റേൺ എന്നുള്ള അർത്ഥമാക്കുക. നമ്മുടെ ഭൂമി ഏതെല്ലാം വിളകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഭൂമിയുടെ വിള ഉൽപാദന രീതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളിലേക്ക് നയിച്ച ഘടകങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടെയുള്ള സംഗതികളെയാണ് നമ്മൾ ക്രോപ്പിംഗ് പാറ്റേൺ എന്നുകൊണ്ട് അർത്ഥമാക്കുക. An important feature of cropping pattern in Kerala is the secular trend of the shift in area from food grains to cash crops. വളരെ എടുത്തു പറയേണ്ട നമ്മുടെ ഒരു വിള രീതി എന്ന് പറയുന്നത്, അതിനുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്, ഭക്ഷ്യധാന്യ ഉൽപാദനങ്ങളിൽ നിന്നും നമ്മൾ നാണ്യവിളകളുടെ ഉൽപാദനത്തിലേക്ക് കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. Therefore, the cropping pattern of Kerala is entirely different from the rest of India. അതുകൊണ്ട് തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ നാണ്യവിളകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഭക്ഷ്യവിളകളുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ വിഭിന്നമായ രീതിയാണ് കേരളത്തിൽ ഉള്ളത്. Rice and tapioca are the important food crops of Kerala. Rice is the staple food of the people. The important rice producing area in the state are Kutanad, Palakkad and Thrissur. Despite improvement in productivity, rice production has been stagnating around 10 to 11 lakhs a ton during past decades. This was mainly because of the decline in area under the crops during that period. Next to rice, tapioca is the most important food crop raised in Kerala, but the area under cultivation is gradually declining. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഭക്ഷ്യ വിളകൾ എന്ന് പറഞ്ഞാൽ കപ്പയും നെല്ലുമാണ്, അരിയുമാണ്. അരിയാണ് കേരളത്തിലെ ആളുകളുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട അരി അല്ലെങ്കിൽ നെല്ലുൽപാദന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കുട്ടനാട്, പാലക്കാട്, തൃശ്ശൂർ ഇവയാണ്. ഉൽപാദനക്ഷമതയിൽ വർധനമുണ്ടെങ്കിൽ പോലും നമ്മുടെ നെല്ലുൽപാദനം എന്ന് പറയുന്നത് ഏകദേശം മാറ്റമില്ലാതെ സ്റ്റാഗ്നേറ്റ് നിൽക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ഏകദേശം 14 ലക്ഷം ടണ്ണിനിടയിലാണ് അത് നിലനിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട്? ഇതിന് കാരണം എന്താണ്? കാരണം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂമിയുടെ അളവ് കുറഞ്ഞു വരുന്നു. ഇനി നെല്ല് അല്ലെങ്കിൽ അരി കഴിഞ്ഞാൽ അടുത്തത് കപ്പയാണ് പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത്. എങ്കിലും അതിന്റെ കൃഷി ചെയ്യുന്ന ഏരിയ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. At present, more than 80% of the total cropped area of the state is used for the cultivation of 11 major crops. Among these, coconut, pepper, cashew, coffee, tea, banana, ginger, rubber, arecanut, cardamom are the important commercial crops. Coconut occupies the largest area, around 45% in net cropped area, and support the vast majority of the farming community. The state continues to enjoy a near monopoly in the area and production of pepper, accounting for 95% in the country. More than 90% of India's rubber is produced in Kerala. She stands as most leading producer of cashew in the country. Idukki and Wayanad are the districts where tea is largely cultivated in this stage.
15% of India's total production of coffee is from Kerala. Cardamom is raised in the high range of the state. അപ്പൊ ഇന്നിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം 80% ഭൂമിയും കേരളത്തിൽ ഉപയോഗിക്കുന്നത് ഏകദേശം 11ഓളം വരുന്ന വിളകൾ ഉൽപ്പാദിപ്പിക്കാനാണ്. തെങ്ങ്, കുരുമുളക്, കശുവണ്ടി, കോഫി, ടീ, വാഴ, ഇഞ്ചി, റബ്ബർ, അടയ്ക്ക, ഏലം മുതലായവയാണ് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ക്രോപ്പുകൾ. അതിൽ കോക്കനട്ട് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ മൊത്തം കൃഷി ചെയ്യുന്ന ഏരിയയുടെ 40% കോക്കനട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഏകദേശം കുരുമുളകിന്റെ ഉൽപ്പാദനത്തിൽ കേരളത്തെ സംബന്ധിച്ച് കുത്തകയാണെന്ന് പറയാൻ ഏകദേശം 95% രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളകിന്റെ 95% ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. അതുപോലെ റബ്ബറിന്റെ 90% മുകളിലും ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലാണ്, ഇന്ത്യയിലുള്ളതല്ലേ. അതുപോലെ കാഷ്യൂവിന്റെ കേസിലായാലും ഇന്ത്യ എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച്. അതുപോലെ ഇടുക്കി, വയനാടാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ ടീ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ. അതുപോലെ കോഫി, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോഫിയുടെ 15% കേരളത്തിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ കേരളത്തിലെ ഹൈ റേഞ്ചിലാണ് ഏലം മുതലായവ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. Let us find out what are the reasons for shift in cropping pattern. കേരളത്തിലെ ക്രോപ്പിംഗ് പാറ്റേൺ മാറുകയാണെന്ന് പറഞ്ഞു. അതിന്റെ കാരണങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന്, ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസസ്, ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ ഹൗസസ്, ഷോപ്സ്, എസ്റ്റാബ്ലിഷ്മെന്റ്സ്, റോഡ്സ് എക്സെട്ര. കേരളത്തില് കാർഷികേതര ആവശ്യങ്ങളുടെ ഭൂമിയുടെ ഡിമാൻഡ് വളരെ കൂടുതലാണ്. അത് വീടുകൾ ഉണ്ടാക്കാനായാലും ഷോപ്പുകളായാലും മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും റോഡിനൊക്കെ ആയിട്ട് പലവിധം ഡിമാൻഡുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കൃഷിഭൂമി അടക്കമാണ് ഇതിലേക്ക് മാറിപ്പോകുന്നത്. മറ്റൊന്ന് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ. ദ എക്സ്പാൻഷൻ ഓഫ് ഗവൺമെന്റ് ആക്ടിവിറ്റി ആൻഡ് ദ പോളിസീസ് ഫോളോഡ് ബൈ സക്സസീവ് ഗവൺമെന്റ്സ്. ഫോർ എക്സാമ്പിൾ, distribution of rice at subsidized prices, acquisition of land by government for construction of roads, railways, etc. Support policies given by different boards and corporations for commercial crops. ഇപ്പൊ ഒന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഗവൺമെന്റ് ഇടപെടൽ തന്നെയാണ്. ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു. ഗവൺമെന്റ് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ നയങ്ങൾ തന്നെയാണ് നമ്മളിവിടെ ഇത്തരത്തിലുള്ള ഒരു ക്രോപ്പിംഗ് പാറ്റേൺ അല്ലെങ്കിൽ കൃഷിക്ക് ആവശ്യമായ ഭൂമിയുടെ അളവ് കുറയാൻ കാരണം. മാത്രമല്ല നമ്മളിവിടെ അരി എന്ന് പറയുന്നത് നാമമാത്ര വിലയ്ക്കാണ് അരി കൊടുക്കുന്നത്. അതുകൊണ്ട് ഉൽപ്പാദിച്ചില്ലെങ്കിലും എന്താണ് അരി കിട്ടുന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അതുപോലെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് തന്നെ ഭൂമി ഏറ്റെടുക്കുക, റോഡ് ആയാലും റെയിൽവേ ആയാലും. അപ്പൊ അതും കൃഷിഭൂമിയുടെ അളവ് കുറയാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ ഗവൺമെന്റ് സപ്പോർട്ട് പോളിസി ഉണ്ട്, പ്രത്യേകിച്ച് ചില ബോർഡുകളുടെയൊക്കെ. ഇപ്പൊ റബ്ബർ ബോർഡ് പോലെയുണ്ടെങ്കിൽ സപ്പോർട്ട് പോളിസി, കാരണം എന്താണ്, അത് നാണ്യവിളകൾ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ബോർഡുകള് ഇത്തരത്തിലുള്ള നാണ്യവിളകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് എന്താണ്, കൃഷി സാധാരണ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദനത്തിൽ നിന്നും വാണിജ്യ ഉൽപ്പന്നങ്ങളിലേക്ക് മാറാനുള്ള പ്രവണത ഉണ്ടാകും. മറ്റൊന്ന് ടെക്നോളജിക്കൽ ചേഞ്ചസ് ആണ്. സാങ്കേതിക മാറ്റങ്ങൾ ഒരു പരിധിവരെ കേരളത്തിലെ കൃഷി രീതികളിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ പ്രഷർ ഓഫ് ലാൻഡ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. അതുപോലെ നമ്മുടെ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഭൂമിക്ക് ആവശ്യം കൂടും, വീടുകളുടെ എണ്ണം കൂടണം. അതുകൊണ്ട് തന്നെ കൃഷിഭൂമിയുടെ അളവ് കുറഞ്ഞു മാത്രമേ സാധിക്കുകയുള്ളൂ. Neighborhood aspects, change in the farming practices and crop pattern in the neighboring areas. പിന്നെ അയൽവക്ക സംസ്ഥാനങ്ങളിലുള്ള സംഭവ വികാസങ്ങൾക്ക് നമ്മളെ ബാധിക്കും. അവിടെയൊക്കെ ഫാമിങ്ങിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ക്രോപ്പ് പാറ്റേണിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ നമ്മളെ ബാധിക്കും എന്നതാണ്. ഇതൊക്കെയാണ് ക്രോപ്പിംഗ് പാറ്റേണിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ.